ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ആദർശം നയനയും ആകെ പേടിച്ച് നിൽക്കുക. എന്നാലും അമ്മയ്ക്ക് വീണ്ടും അസുഖം വരുന്നുണ്ടായതിനെ എനിക്ക് പേടിയാവുന്നു. നയനെ, ആദർശേട്ടാ പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. അമ്മയ്ക്ക് എല്ലാം മാറിയിട്ട് വാർഡിലേക്ക് മാറ്റിയതല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? വാ ആദർശേട്ടാ, നമുക്ക് പോയി കാണാം. നീ എന്നാൽ റെഡി ആയിട്ട് വാ. റെഡി ആവാനൊന്നുമില്ല, ഇങ്ങനെ തന്നെ പോയാൽ മതി, വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങ് പോവുക. ഈ സമയം അഭി, ചെല്ലടി ചെല്ല്, എന്തായാലും അവർ മരിക്കും. അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വീടിൻ്റെ ഭരണം എൻ്റെ അമ്മ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കും. അങ്ങനെയായ നീയും നിൻ്റെ ചേച്ചിയൊന്നും പിന്നെ ഈ വീട്ടിലുണ്ടാവില്ല എന്നൊക്കെ അഭി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ടൊക്കെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലിലാണ്. ദേവയാനിക്ക് വേദനയ്ക്ക് ഇത്തിരി സമയം ഇതുണ്ട്. അങ്ങനെ ദേവയാനി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈശ്വര, ഇനി എന്ത് ചെയ്യാനാ? ഓരോരോ സമയത്ത് വേദന വരുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഈശ്വരന്മാരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടർ വരിക. ഡോക്ടറിനോട് ചോദിക്കുക, എന്താ ഡോക്ടറെ, എന്താ എനിക്ക് പറ്റിയത്? ഇന്നലത്തെ എൻ്റെ വേദന എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതായിരുന്നു. വേദന കൊണ്ട് ഞാൻ പൊളയുമായിരുന്നു. ആ വേദന വന്നപ്പോൾ എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഡോക്ടർ എന്ത് ചെയ്യണമെന്ന്. വേദന വല്ലാത്തൊരു വേദനയായിരുന്നു. എന്നെ തിന്നു കളയുന്നൊരു വേദന. ഞാൻ മരിച്ചുപോയി എന്നുള്ളൊരു ചിന്തയും ഇന്നലെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അത് കേട്ടതും ഞാൻ പറഞ്ഞായിരുന്നല്ലോ ദേവയാനി, ഈ മരുന്ന് നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും അത് ഇല്ലാതാക്കും, നശിപ്പിച്ച് കളയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മരണം വരെ സംഭവിച്ചേക്കായിരുന്നു. ഞങ്ങൾ ഡോക്ടർമാരായതുകൊണ്ടാണ് കാര്യങ്ങളിങ്ങനെ പറഞ്ഞിരുന്നത്. ഇതുപോലുള്ള കൂടിയ വിഷമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു അറിയില്ല ഡോക്ടറെ. അവളിതൊന്നും എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ മരുമകളെന്ന് പറയുന്ന ഒരുത്തി വീട്ടിലുണ്ടല്ലോ, അവൾ ഒറ്റൊരുത്തിയാണ് ഇതിനൊക്കെ കാരണം. അവളാണ് എന്തൊക്കെയോ ചെയ്ത് എനിക്ക് പാലിൽ വിഷം കലർത്തി വെച്ചത്. സത്യമായിട്ടും ഡോക്ടറെ, അവളല്ലാതെ വേറെ ആരും ഇത് ചെയ്യില്ല. ആ കുട്ടിയെ ഞാനും കണ്ടതാ. ആ കുട്ടി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദേവേനെ. കാരണം ദേവയാനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ കുട്ടി. ദേവയാനി ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന്. അതവൾ എല്ലാവരും കാണിക്കാൻ വേണ്ടി ചെയ്തതാ, അല്ലാതെ എന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല ഡോക്ടറെ എന്നൊക്കെ ദേവയാനി പറയുക. ഇത് കേട്ടതും ഡോക്ടറിനാകെ സങ്കടമായി. ഈശ്വര, ആ കുട്ടി ഇവർക്ക് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ ഇവരെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശരിയാ, ആ കുട്ടിയാണ് ബ്ലഡ് കൊടുത്തതെന്നറിഞ്ഞാൽ ചിലപ്പോൾ ഇവർ വേണമെങ്കിൽ ഇവരുടെ കയ്യിലെ ഞരമ്പ് മുറിച്ച ബ്ലഡ് മുഴുവനും താഴെ പുറത്തേക്ക് കളയും. അങ്ങനത്തെ സ്വഭാവമാണെന്ന് തോന്നേ. പിന്നെ ദേവയാനി, ഞാനൊരു കാര്യം പറയാം. ആ മരുന്ന് ഉള്ളിൽ ചെന്നതുകൊണ്ട് ദേവയാനിയുടെ ലിവറിനാണ് പ്രോബ്ലം. ലിവറിനെ അത് ഉരുക്കിയെടുത്തിരിക്കുക. അതുകൊണ്ട് ലിവർ മാറ്റി വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടർ അങ്ങ് പോവുക. ഡോക്ടർ പോയി കഴിഞ്ഞതും ആകെ പേടിച്ച് നിൽക്കുക ഈ ദേവയാനി. അപ്പോഴേക്കും നമ്മുടെ ജലജയും ജാനകിയും വന്നു. എന്താ എടുത്തി, എന്താ പറ്റിയത്? എന്താ ഡോക്ടർ പറഞ്ഞേ? എൻ്റെ ലിവർ പോയിന്ന്. ഒരു ലിവർ പോയതുകൊണ്ട് മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആകെ മൊത്തം ഞാൻ എന്ത് ചെയ്തിട്ടാ ജാനകി എനിക്ക് ഇങ്ങനൊരവസ്ഥ? അപ്പോൾ ജലജ, ഇവളുടെ ലിവർ പോയോ? ഈശ്വര, ഇവൾക്ക് ലിവർ കൊടുക്കാൻ ആരും വരരുത്. ഇവള് ലിവർ ഇല്ലാതെ ചാകണം, എന്നാലേ മനുഷ്യന് ആശ്വാസം ഉണ്ടാവും. എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടേണ്ട അധികാരമൊക്കെ ഇവള് തട്ടിയെടുത്തിരിക്കുക ഒറ്റയ്ക്ക്. ഇവള് വന്നു കയറിയതുകൊണ്ടാണ് ഞാനൊരു പുറമ്പോക്കായി മാറിയത്. എന്തായാലും എനിക്ക് എല്ലാ സ്വത്തുക്കളും ഒറ്റയ്ക്ക് കിട്ടണമെങ്കിൽ ഇവള് ചത്തേ പറ്റൂ. പിന്നെ ജാനകി എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ നിൽക്കുക. നീ എന്താ ജലജ ആലോചിക്കുന്നേ? അല്ല ഏട്ടത്തി, ഇപ്പോൾ ഇനി ഏട്ടത്തിക്ക് ലിവർ തരാൻ ആര് വരുമെന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അനാമിക മോൾക്ക് എ ബി നെഗറ്റീവ് അല്ലേ? അങ്ങനെയുള്ളപ്പോൾ അനാമിക മോളുടെ ലിവർ എടുക്കാൻ പറ്റുമല്ലോ. അത് കേട്ടതും അതൊന്നും വേണ്ട ജാനകി, ഈ ചെറുപ്രായത്തിൽ തന്നെ ആ കുട്ടിയുടെ ലിവർ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് അവൾ സമ്മതിക്കോ? അത് കേട്ടതും പിന്നെ അവൾ സമ്മതിക്കാൻ പോകുന്നു. എനിക്കെങ്ങനെ തോന്നുന്നില്ല എടുത്തി. ആരെങ്കിലും എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും തൻ്റെ ലിവറൊക്കെ തരാൻ കൂട്ടാക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അത് കേട്ടതും അത് ശരിയാ, വേണ്ട അങ്ങനെയൊന്നും ചോദിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേന ഇങ്ങനെ നിൽക്കുക. ഈ സമയം ആദർശം നയനയും പുറത്തെത്തിയതും നമ്മുടെ ജയൻ അവിടെ നിന്ന് വിഷമിച്ചിരിക്കുക. എന്താ ഈ ഡോക്ടർ എന്താ പറഞ്ഞത്? അത് കേട്ടതും ഒന്നും പറയണ്ട മോനെ, ആകെ മൊത്തത്തിൽ സങ്കടപ്പെട്ടിരിക്കുമോ ഞാൻ. ഇന്നലെ രാത്രിയാണ് ദേവയാനിക്ക് വേദന കൂടിയത്. അയാളെ അതിന് ICUലേക്ക് കയറ്റിയത് ഇന്നലെ രാത്രി തന്നെയാണ്. ഡോക്ടർ എന്താച്ചാ പറഞ്ഞത്? കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അയാൾക്ക് എന്താ പ്രശ്നമെന്ന് പോലും അറിയുന്നില്ല മോനെ.
എന്താണെങ്കിലും ഡോക്ടർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോടൊന്നും അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു മോനെ. പേടിക്കണ്ട അച്ഛാ, അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കില്ല. അല്ല, ഇന്നലെ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞ അമ്മയെ റൂമിലേക്ക് മാറ്റിയതാണല്ലോ, പിന്നെ എന്താ പെട്ടെന്ന് സംഭവിച്ചത്? അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. നല്ല ഉറക്കത്തിലായിരുന്നു എല്ലാവരും. ആ സമയത്താണ് പെട്ടെന്ന് ദേവേനെ വേദന കൊണ്ട് ജാനകിയെ വിളിച്ചതെന്ന് ജാനകി പറഞ്ഞത്. എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ ദേവേനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ഓർത്തിട്ട് എൻ്റെ ടെൻഷൻ. അങ്ങനെയൊന്നും സംഭവിക്കില്ല അച്ഛാ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും. അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കില്ല. ദൈവമുണ്ട് കൂടെ, അയ്യപ്പസ്വാമിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഞാനൊന്ന് പോയി അമ്മയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് മുറിയിലേക്ക് ചെന്നു. നയന അവിടെ നിൽക്കുക. അപ്പോൾ ആദർശ് അങ്ങോട്ട് പോയതും നയനയോട് മോളെ നീ പോകുന്നില്ലേ? വേണ്ട അച്ഛാ, എന്നെ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പ്രഷർ കൂടും. അതുകൊണ്ട് ഞാൻ പോകാതിരിക്കുന്നത് തന്നെയാ അച്ഛൻ നല്ലത്. ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മ ടെൻഷൻ അടിച്ച് എന്തെങ്കിലുമൊക്കെ ചീത്ത പറയും. അങ്ങനെ പറയുമ്പോൾ അമ്മയുടെ ആരോഗ്യത്തെ അത് ബാധിക്കും അച്ഛാ. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ശരിയാ മോളെ, മോള് പോകണ്ട. മോള് പോയാൽ നിനക്കും വിഷമം, അവൾക്കും വിഷമം. നിന്നെ വേദനിപ്പിച്ചിട്ടേ അവൾ പറഞ്ഞു വിടും. അത് കേട്ടതും നമ്മുടെ നയന അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ ഈശ്വരന്മാരെ, അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കരുതേ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. ആദർശ് ദേവേൻ്റെ അടുത്തേക്ക് ചെല്ലുക. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? പോടാ, നീ എന്നോടൊരു അക്ഷരം മിണ്ടിപ്പോയത്. എന്താ അമ്മേ, എന്തു പറ്റി? ഞാനിവിടെ കിടക്കുന്ന സന്തോഷത്തിൽ നീ അവളെ നിൻ്റെ മുറിയിലേക്ക് വിളിച്ചു കയറ്റിയതല്ലേ? അത് കേട്ടതും അയ്യോ ഇല്ലമ്മേ, ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്ക് വയ്യാത്തതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയാ നയനയോട് എൻ്റെ മുറിയിൽ വന്ന് കിടക്കാൻ പറഞ്ഞത്. അല്ലാതെ നയനയോ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്ക് രാത്രി എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്താരും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പേടിയില്ല അങ്ങനെയൊക്കെ ചെയ്തത്. അല്ലാതെ വേറൊന്നും അല്ലമ്മേ. നീ കൂടുതൽ ന്യായീകരണങ്ങളൊന്നും പറയണ്ട. അവളുമായിട്ട് ഒന്നിക്കാൻ നിനക്ക് ഞാനില്ലാത്ത സമയം തന്നെ വേണം. പിന്നെ നിൻ്റെ അസുഖവും നിനക്ക് സപ്പോർട്ട് അല്ലേ? അത് കേട്ടതും ഇല്ലമ്മേ, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. അങ്ങനെ ഒരിക്കലും നയന ചെയ്യില്ല. ഞാൻ ചെയ്താലും അവൾ അങ്ങനെ ചെയ്യാത്ത കുട്ടിയമ്മേ. അതമ്മ എന്താ മനസ്സിലാക്കാത്തത്? നീ അവളെ ഇപ്പോൾ ഒരുപാട് നാളായി പുകഴ്ത്തുന്നു. അവളെ പുകഴ്ത്തിയുള്ള നിൻ്റെ ഈ സംസാരം എനിക്കങ്ങോട്ട് സഹിക്കുന്നില്ലടാ. നീയൊക്കെ കാരണം എനിക്കിതിങ്ങനെ സംഭവിച്ചത്. ഞാൻ മരിക്കട്ടെ എന്ന് നിൻ്റെ ഭാര്യ അവൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീടിൻ്റെ ഭരണം അവൾക്ക് ഏറ്റെടുക്കാമല്ലോ. അങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയും കൂടാതെ ജീവിക്കാമല്ലോ. ഇവിടെയല്ലേ ഞാൻ എന്തെങ്കിലും പറയും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ ഞാനുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നിന്റെ ഭാര്യ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കോടാ. നിന്റെ ഭാര്യയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇനി അധികം നാളെ ഞാൻ ജീവിച്ചിരിക്കുമൊന്നുമില്ല. അത് കേട്ടതും ആദർശം ഞെട്ടി. അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? ഇങ്ങനെയൊന്നും സംസാരിക്കാനാണെങ്കിൽ ഞാൻ ഇനി ഇങ്ങോട്ട് വരത്തു പോലുമില്ല. എടാ, നിനക്കറിയോ, കുഞ്ഞുനാൾ മുതലേ ഒരു അസുഖക്കാരനായ നിന്നെ ഈ ഉള്ളം കൈ കൊണ്ട് നടന്നാടാ ഞാൻ നോക്കിയത്. നിനക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ ഞാൻ സഹിച്ചിട്ടുണ്ടെന്നറിയാമോ? എത്ര നാൾ ഉറക്കമില്ലാണ്ട് കിടന്നിട്ടുണ്ടെന്നറിയാമോ? എത്ര നാൾ പട്ടിണി കിടന്നിട്ടുണ്ടെന്നറിയാമോ? അതൊന്നും മനസ്സിലാക്കാതെ ഭാര്യയെ കിട്ടിയപ്പോൾ ഭാര്യയുടെ പിന്നാലെ പോയ നിന്നെ ഞാൻ എങ്ങനെയാണ് ഇനി സ്നേഹിക്കുന്നത്? നീ ശരിയല്ലടാ. നിനക്ക് നിൻ്റെ ഭാര്യയാണ് വലുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് നമ്മുടെ ആദർശം ഇങ്ങനെ നിൽക്കണം. അപ്പം ദേവേരയാണെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ജാനകി, ഏട്ടത്തി ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട, വയ്യാതിരിക്കുമല്ലേ. ഇങ്ങനെ പ്രഷർ എടുത്തിട്ടുണ്ടെങ്കിൽ ഏട്ടത്തിക്ക് വയ്യാതെയാവും. പിന്നെ വേറെ ഏതെങ്കിലും അസുഖം വന്ന് ബാധിക്കും. അതുകൊണ്ട് സാരില്ല ഏട്ടത്തി, മിണ്ടാതെ കിടക്കും. ആദർശേ മോനെ, നീ ഇപ്പോൾ പുറത്തേക്ക് പോ. നിന്നെ ഏട്ടത്തി കണ്ടിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ആദർശ് പുറത്തേക്ക് പോയി. അപ്പോൾ ജലജ, ഏട്ടത്തി പറഞ്ഞതിലും കാര്യമുണ്ട് ജാനകി. കാരണം അവന് ഏട്ടത്തി ഇവിടെ കിടക്കുന്ന സമയത്ത് അവളെ വിളിച്ച് മുറിയിൽ കയറ്റി കിടത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ല, അവന് ബുദ്ധിയില്ലെങ്കിൽ അവൾക്ക് എവിടെ പോയി ബുദ്ധി? അവളൊരു പെണ്ണല്ലേ. എന്നിട്ട് അവൾക്ക് അറിഞ്ഞൂടെ ഈ അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോകാനിരിക്കുന്നവരാണ്, അവരുടെ അടുത്ത് പോയി നിൽക്കാൻ പാടില്ലാന്ന്? എന്നിട്ട് പോലും അതൊന്നും ചിന്തിക്കാതെ ഏട്ടത്തിയുടെ വാക്കിനൊരു വില പോലും കൊടുക്കാതെ ആ നയന ചെയ്തത് ശരിയാണെന്ന് ജാനകിക്ക് തോന്നുന്നുണ്ടോ? അതെനിക്ക് തോന്നുന്നില്ല. അവൾ കുറ്റക്കാരി തന്നെയാ. ആദർശം വിളിച്ചാലും അവൾ പോകാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യാനാ? എന്ത് പറഞ്ഞാലും കുറ്റം മുഴുവനും നമ്മൾ പെണ്ണുങ്ങളുടെ തലയിലാകുമല്ലോ. അത് തന്നെയാണ് ഇവിടെ ജാനകിയും ജലജയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം നമ്മുടെ ദേവേന് ദേഷ്യപ്പെട്ട് അവിടെ തിരിഞ്ഞു കിടക്കുക. ഈ സമയമാണെങ്കിൽ ജാനകിയും എന്തായാലും അവളുടെ അഹങ്കാരം കാരണം ഏട്ടത്തിക്ക് വീണ്ടും ഇങ്ങനെ ആപത്ത് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വീണ്ടും ഇരുപിരി കയറ്റിക്കൊണ്ടിരിക്കുക. ഇതേ സമയം പിന്നീട് ആദർശ് വെളിയിലെത്തി. എന്താ ആദർശേട്ടാ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അമ്മ സംസാരിക്കുന്നൊക്കെ ഉണ്ട് നേനെ, അതൊക്കെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാ തോന്നുന്നേ. പിന്നെന്താ ആദർശൻ്റെ മുഖമല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല നേനെ, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു. അത് കേട്ടതും
ആ എന്ത് ചെയ്യാനാ, അമ്മയ്ക്ക് എന്നോട് തീരെ ഇഷ്ടമില്ല. എനിക്ക് അമ്മയുടെ അടുത്ത് പോയി നിൽക്കണമെന്നും അമ്മയെ പരിചരിക്കണമെന്നും ഒക്കെ ഉണ്ട് ആദർശേട്ടാ. പക്ഷേ എല്ലാം അമ്മയുടെ സംശയമല്ലേ, അതുകൊണ്ട് ഞാനെന്ത് ചെയ്യാനാ. നമ്മൾ ഡോക്ടറിനോടൊന്ന് സംസാരിച്ചിട്ട് വരാച്ച. ആ ചെല്ലു മോനെ. അങ്ങനെ നയനയും നമ്മുടെ ആദർശം കൂടെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ആ എന്തായാലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആദർശ, ഞാൻ പറഞ്ഞതല്ലേ, അമ്മയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്നിരിക്കുന്ന വിഷാംശം ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ചിലപ്പോൾ ഉരുക്കി കളഞ്ഞേക്കാം. അതുകൊണ്ട് ചില വലിയൊരു ആപത്ത് സംഭവിച്ചിരിക്കുവാണ് നമ്മുടെ ദേവയാനിക്ക്. അത് കേട്ടതും ആദർശൻ നയനെ ഞെട്ടി. എന്താ ഡോക്ടറെ, എന്താ പറ്റിയത് അമ്മയ്ക്ക്? അത് പിന്നെ എന്താ ഡോക്ടറെ, എന്താണെങ്കിലും പറ, അമ്മയ്ക്ക് എന്താണെങ്കിലും പറ. അപ്പോൾ നമ്മുടെ ഡോക്ടർ ആ മരുന്നുള്ളിൽ ചെന്നുകൊണ്ട് ദേവയാനിയുടെ ഒരു വൃക്ക തകരാറിലായിരിക്കുക. എൻ്റെ അമ്മയ്ക്കോ? ആ അതെ ആദർശ്, അമ്മയുടെ കാര്യം ഇത്തിരി ക്രിട്ടിക്കലാ. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഗുളികയുടെ പവറിലാണ് ആളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ. ആരെങ്കിലും ഡൊണേറ്ററായിട്ടുണ്ടെങ്കിൽ വൃക്ക മാറ്റി വയ്ക്കായിരുന്നു, ഇല്ലായിരുന്നെങ്കിൽ ഒരു വൃക്ക കൊണ്ട് ജീവിക്കേണ്ടി വരും. അത് കേട്ടതും ആദർശ്, ഈശ്വര ഈ സമയത്ത് ആര് വരും, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല. ഡോക്ടറെ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അത് കൊണ്ടുപോയി എവിടെയെങ്കിലും അന്വേഷിക്കാം, ഏതെങ്കിലും ഡൊണേറ്റർ ഉണ്ടോയെന്ന്. എവിടെയെങ്കിലും അന്വേഷിച്ചല്ലേ പറ്റൂ. എൻ്റെ അമ്മയുടെ ജീവിതം ഒരാപത്ത് സംഭവിക്കരുത്. എൻ്റെ അമ്മയെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. ആരെങ്കിലും ചിലപ്പോൾ തരും ഡോക്ടറെ, എനിക്കതിൽ ഉറപ്പുണ്ട് ഡോക്ടറെ. ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സാധാരണ ഒരു ബ്ലഡ് കൊടുക്കാനേ ആൾക്കാരൊന്ന് ആലോചിക്കും. അതുകൊണ്ട് തന്നെ ഈ വൃക്ക കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കഷ്ടമുള്ള കാര്യം ആദർശേ. എന്തായാലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ല ഡോക്ടറെ, എത്ര കോടികൾ മുടക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഡോക്ടറിൻ്റെ ഇടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. അതൊക്കെ ഞങ്ങൾ പറയാതിരിക്കുമോ സാർ? എന്തായാലും ധൈര്യമായിട്ടിരിക്കേ, നമുക്ക് അന്വേഷിക്കാം. അത് കേട്ടതും നയന അങ്ങനെ ആലോചിക്കുകയാണ്. വൃക്ക കൊടുക്കണമെങ്കിൽ ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കണം. അതെ ഡോക്ടറെ. എന്താ നയന? എനിക്കൊരു സംശയം. എന്താ നയന? വൃക്ക കൊടുക്കുന്നത് ഒരേ ബ്ലഡ് ഗ്രൂപ്പുകാരാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇല്ല, അങ്ങനെയാണല്ലോ വേണ്ടത്. രണ്ടുപേരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായിരിക്കണം. അത് കേട്ടതും പിന്നെ എന്തിനാ പുറത്തന്വേഷിച്ച് പോകുന്നേ? ഞാനിവിടെ ഉണ്ടല്ലോ ഡോക്ടറെ. അത് കേട്ടതും ആദർശ ഞെട്ടി. നീ എന്തേ പറയുന്നേ? അതെ ആദർശേട്ടാ, അമ്മയ്ക്ക് വൃക്ക കൊടുക്കാൻ ഞാൻ തയ്യാറാ. അത് കേട്ടതും നീ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത്. അത് ഈസിയുള്ള പണിയൊന്നുമല്ല. ഒരു ബ്ലഡ് കൊടുത്തപ്പോൾ തന്നെ നീ തളർന്നു. ഇനി കിഡ്നിയും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയാവും. എൻ്റെ ആദർശേട്ടാ, എനിക്കൊരു പ്രശ്നവുമില്ല. അമ്മയുടെ ആരോഗ്യം തിരിച്ചെടുക്കാൻ, എൻ്റെ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എൻ്റെ വൃക്ക ഒരെണ്ണം കൊടുത്തു എന്ന് കരുതി എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് കേട്ടതും നമ്മുടെ ആദർശ, ഈശ്വര ഇവളെന്ത് തീരുമാനം എടുക്കുന്നത് ഡോക്ടറെ? എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഉറപ്പായിട്ടും എൻ്റെ വൃക്കയെടുത്ത് അമ്മയ്ക്ക് വെച്ചോ, എനിക്ക് പൂർണ്ണ സമ്മതം എന്ന് നമ്മുടെ നയന പറയുക. അത് കേട്ടതും ഡോക്ടറിന് സന്തോഷമായി. പക്ഷേ നയനയോടുള്ള സ്നേഹവും പിന്നെ നയനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയും ഡോക്ടറിൻ്റെ മനസ്സിൽ വന്നു. ഈശ്വര, ഈ നല്ല മരുമോളെക്കുറിച്ച് ആ അമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ. ആ അമ്മ മനസ്സിലാക്കുന്നൊരു ദിവസം ഇവരുടെ മുൻപിൽ കൊണ്ടുവന്ന് കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.